നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ വലിയൊരു അണിയറ നീക്കം പരസ്യമാക്കപ്പെട്ടു. അദ്ദേഹം രഹസ്യമായി മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയും നേരത്തെ എടുത്ത നിലപാടുകളെ മുഴുവൻ രഹസ്യമായി തീർത്ത് പരസ്യമായി മറ്റൊരു അന്തരീക്ഷത്തിന് കളമൊരുക്കാൻ നടത്തുകയും ചെയ്തൊരു ശ്രമം ഇന്ന് പരസ്യമായിട്ട് മാറി, വലിയ വിവാദമായി മാറി. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടതിൻ്റെ കലിപ്പ് അദ്ദേഹം NSSൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ പരസ്യമായൊരു പ്രസംഗത്തിൽ, അംഗങ്ങൾ പങ്കെടുക്കുന്ന പ്രസംഗത്തിൽ തീർക്കുകയും ചെയ്തു. ഈ സാഹചര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ പ്രസംഗം മുഖ്യമന്ത്രി അഹങ്കാരിയാണ് എന്ന ജി സുകുമാരൻ നായരുടെ പ്രസ്താവന സൂചിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, അദ്ദേഹം അണിയറയിൽ ചെയ്തൊരു കാര്യത്തെ പരസ്യമാക്കേണ്ടി വന്നു എന്നുള്ള ഗതികേട് കൂടിയാണ്. VD സതീശൻ നേരത്തെ നടത്തിയൊരു പ്രസ്താവന, സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ പോകരുത് എന്ന് നടത്തിയൊരു പ്രസ്താവന വലിയ വിവാദമായി. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ച നിലപാടുകൾക്ക് ഇടയിൽ NSSുമായി വലിയ തർക്കത്തിൽ അദ്ദേഹം ഏർപ്പെടേണ്ടി വന്നു. തർക്കം എന്ന നിലയിൽ വാച്യാർത്ഥത്തിലല്ല, NSS അദ്ദേഹവുമായി വലിയ അകൽച്ചയിലായി. നിരന്തരമായി VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒരു ഘട്ടത്തിൽ, ശശി തരൂരിനെ പിന്നൊരു ഘട്ടത്തിൽ, KC വേണുഗോപാലിനെ പിന്നൊരു ഘട്ടത്തിലൊക്കെയാണ് ജി സുകുമാരൻ നായർ പ്രധാനപ്പെട്ട നേതാവായി കണ്ടിരുന്നത്. എന്നാൽ എല്ലാം കഴിഞ്ഞ് VD സതീശൻ മുഖ്യമന്ത്രിയുമായി. പക്ഷേ അപ്പോൾ പൊതുമധ്യത്തിൽ ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നത് തിണ്ണനിരങ്ങണ്ട എന്ന് പറഞ്ഞ VD സതീശൻ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സഹായം അഭ്യർത്ഥിച്ച് എത്തി എന്നുള്ളതാണ്. അത് പൊതുമധ്യത്തിൽ പറഞ്ഞ ഈ കാര്യം പൊതുസമൂഹം വിശ്വസിച്ചു. അപ്പോൾ സതീശൻ ആ മട്ടിൽ ചെയ്തോ എന്നുള്ള ആശങ്കയിൽ നമ്മളെത്തി. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷവും നിരന്തരമായി സതീശൻ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ സതീശനെ ആ മട്ടിൽ സ്വീകരിക്കാൻ തയ്യാറില്ല എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോയ ജി സുകുമാരൻ നായർ 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയായതിനു ശേഷം, ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം, ആകെ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ, അതിനിടയിൽ കൂടിക്കാഴ്ചയ്ക്കും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനും വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? വാർത്തയിലെ വിശദാംശ പ്രകാരം അദ്ദേഹം ഒരു തവണ ബന്ധപ്പെട്ടു. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫാണ് ഫോൺ എടുത്തത്. പിന്നീട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. ഇത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. പക്ഷേ കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കട്ടക്കലിപ്പ് സുകുമാരൻ നായർ ഉള്ളിൽ സൂക്ഷിച്ചു. എന്നിട്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ അദ്ദേഹം അത് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതോടെ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കലും ഈ തരത്തിലൊരു ബന്ധത്തിലേക്ക് പോകുന്നില്ല. സർക്കാർ എല്ലാ കാലത്തും ബന്ധമുള്ള മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇദ്ദേഹം വഴങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടെ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. രസകരമായ കാര്യം, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി നേരത്തെയും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, VD സതീശൻ എന്ന നേതാവിനുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ആവർത്തിക്കുകയും ചെയ്തു നേരത്തെയുള്ള നിലപാട്, അഹങ്കാരിയാണ് എന്നുള്ളത്. ഇതിലെ രസകരമായ കാര്യം മറ്റൊന്നു കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനുമായിട്ട് അദ്ദേഹം രഹസ്യമായി കൂടിക്കാഴ്ചയ്ക്ക് നീക്കം നടത്തി. പരസ്യമായിട്ടല്ല, രഹസ്യമായി നീക്കം നടത്തി. ആ കൂടിക്കാഴ്ച വിജയിച്ചിരുന്നു എങ്കിൽ അത് പരസ്യമായി പിന്നീട് സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ സുകുമാരൻ നായരുമായ ഒരു കൂടിക്കാഴ്ചയൊക്കെ പിന്നീട് പരസ്യമായ കൂടിക്കാഴ്ചയൊക്കെ നടക്കും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത് സുകുമാരൻ നായരെ അങ്ങോട്ട് പോയി കാണുകയാണ്, പ്രശ്നമൊക്കെ പരിഹരിച്ചിനി സമവായത്തിലേക്കാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നടന്നത് എന്താണ്? സുകുമാരൻ നായർ രഹസ്യമായി അങ്ങനെ ഒരു അരങ്ങൊരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നീട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അണിയറ നാടകമാണ് ഇന്ന് അദ്ദേഹം തന്നെ പുറത്തേക്ക് പറഞ്ഞത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ VD സതീശൻ വളരെ സമർത്ഥമായിട്ട് കരുനീക്കി അദ്ദേഹം രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന വൈദഗ്ധ്യം ഇക്കാര്യത്തിൽ കാണിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഇല്ലെങ്കിൽ പഴയതുപോലെ തന്നെ സതീശനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു നേതാവ് എന്നതിൽ അദ്ദേഹം നിൽക്കുമായിരുന്നു. നേരത്തെ പല ഘട്ടങ്ങളിൽ സതീശനുമായും കോൺഗ്രസുമായും സംഘർഷത്തിലേർപ്പെട്ട നേതാവാണ് അദ്ദേഹം. പക്ഷേ ഈ കാര്യത്തിൽ സതീശനോട് നടത്തിയ ഈ പരസ്യമായി ഒരു മുഖവും രഹസ്യമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമവും നടത്തി അത് ഫലവത്താകാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഗതികെട്ട് പരസ്യമായി പറയേണ്ടി വന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു വശം, ഇത് രഹസ്യമായി നീക്കിയ ഈ നീക്കത്തിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകാൻ ഇടയുണ്ടായിരുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ, അനുകൂലമായ പ്രതികരണം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ആ റിസൾട്ട് മാത്രമായിരുന്നു നമ്മൾ അറിയേണ്ടിയിരുന്നത്. ഇതിപ്പോൾ അദ്ദേഹത്തിന് അത് പരാജയപ്പെട്ടതോടുകൂടി പരസ്യമായി പറയേണ്ടി വന്നൊരു അവസ്ഥയാണ്. അതിനിടെ സുകുമാരൻ നായർ KB ഗണേഷ് കുമാർ സംഘർഷം കേരള രാഷ്ട്രീയത്തിലെ തന്നെ മറ്റൊരു ആംഗിളിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി, ഒരാളെ മാത്രം ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തോടെ എടുത്ത തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണം ഇന്ന് വന്നു. ഗണേഷ് കുമാർ തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം
ഉത്തരവാദിത്തമില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി കളിച്ചു എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്നാൽ സുകുമാരൻ നായർ അത് തനിക്കെതിരായ നീക്കമാണ് എന്ന മട്ടിലാണ് പ്രതികരിച്ചത്. തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണവും വിലപ്പോവില്ല, അതൊന്നും നടക്കില്ല, അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും നടക്കില്ല എന്ന പ്രതികരണം അദ്ദേഹം നടത്തി. മാത്രമല്ല, ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വിലയിരുത്തലുകൾ പ്രധാനമാണ്. KB ഗണേഷ് കുമാറിനെ പോലെ ഒരാളെ സുകുമാരൻ നായർ നേരിട്ട് താല്പര്യത്തോടെ LDF സർക്കാരിൻ്റെ കാലത്ത് NSSൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തു. എന്നാൽ ഭരണം മാറിയതിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ അകറ്റി നിർത്തുന്നു. അത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വരുന്നു. തനിക്ക് ഒപ്പം നിന്ന ആളുകളെ NSSൻ്റെ അംഗീകൃത നേതൃത്വമാക്കിയിട്ട് തന്നെ ഗണേഷ് കുമാർ പറയുന്നു. അവരൊന്നും പക്ഷേ അങ്ങനെ അല്ല എന്ന് സുകുമാരൻ നായരും പറയുന്നു. ജനറൽ സെക്രട്ടറിക്കൊന്നും കുഴപ്പമില്ല, അവിടെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടായില്ല. ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ജനാധിപത്യം? അല്ല, അത് വേലയാ, അത് 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 ഓരോ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാൻ ഒക്കുകയല്ല സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞ അവന്റെ അഡ്രസ് കാണുകയല്ലേ. എനിക്ക് 12 പേര് എന്റെ പിന്തുണയുള്ള പേപ്പറിന്റെ ഇരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കി. അവർ പിൻവലിച്ചല്ലോ 2 പേര്. അതെന്താ സ്വീകരിക്കാത്തത്? സാറേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 12 പേരുടെ അത് വാലിഡ് ആണോ? നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരാണ് രാജിവെച്ചത്. ആ രാജിവെച്ചപ്പോൾ ആ കമ്മിറ്റിക്ക് കോറം തികന്നു, നഷ്ടപ്പെട്ടു. ആ കോറം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ അത് പിരിച്ചുവിട്ടു. യൂണിയന്റെ ഭരണത്തിന് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം ഒരുപക്ഷെ സുകുമാരൻ നായരുടെ മനസ്സിൽ മറ്റു ചില ലക്ഷ്യത്തോടു കൂടി ഉണ്ടായതാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗണേഷ് കുമാറിൻ്റെ പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സുകുമാരൻ നായരുടെ VD സതീശനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉള്ള ഒരു ബന്ധം പുതിയതായി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ചേർത്ത് വായിക്കപ്പെടുന്നത്. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ LDF സർക്കാരുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചുകൊണ്ട് UDFനെ ആകെ കുഴപ്പത്തിലാക്കിക്കൊണ്ടൊരു നിലപാട് LDF സർക്കാരിൻ്റെ കാലത്ത് നിരന്തരമായി സ്വീകരിക്കുക. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഇന്ന് സതീശൻ നേരിടുന്ന സമാന അവസ്ഥ മുമ്പ് പിണറായി വിജയൻ നേരിട്ടിരുന്നു. അന്നും സുകുമാരൻ നായർ ആ മട്ടിൽ സംഘർഷത്തിലായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം നമുക്ക് ഓർമ്മയുണ്ടാവും, പലർക്കും ഓർമ്മയുണ്ടാവും, മുഖ്യമന്ത്രിയെ കാണാൻ, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കാണാൻ കോട്ടയത്ത് 1 മണിക്കൂറോളം കാത്തിരുന്ന് മടങ്ങിയ സംഭവം വാർത്തയായി വന്നതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. സമാന സാഹചര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. അതിൻ്റെ കഥാപാത്രങ്ങളും രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളും മാറുന്നു. അതിൻ്റെ കഥാപാത്രങ്ങളുടെ നിലപാടുകൾ നേരെ തലകുത്തനെ ആവുന്നു എന്നുള്ള വ്യത്യാസം മാത്രമാണ്. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഗണേഷ് കുമാറിൻ്റെ പുറത്താകലും അതുവഴി UDFനെയും VD സതീശനെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ സതീശനുമായി സബൂറാക്കുന്നതിന് വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രഹസ്യമായി നടത്തിയ നീക്കം മറുഭാഗത്ത്. എന്തായാലും എല്ലാം കൂടി പൊളിഞ്ഞു പാളീസായി പരസ്യപ്പെടുത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നു സുകുമാരൻ നായർക്ക് എന്നുള്ളതാണ്. ഭരണം മാറുന്നതിനനുസരിച്ച് സംഘടനയുടെ, സമുദായ സംഘടനകളുടെ നിറം മാറുന്ന സാഹചര്യങ്ങൾ, അത് സുകുമാരൻ നായർ മുതൽ വെള്ളാപ്പള്ളി മുതൽ മറ്റ് മത സംഘടനാ നേതാക്കൾ വരെയുള്ള ആളുകൾക്ക് ബാധകമായൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സംഭവം അതിനൊരു പാഠമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് ഇനി അധികം നിലനിൽപ്പില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് തുടർന്നുമുള്ള നിലപാടുകളായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.